കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനത്തിലേക്ക് ഒരു ബൈക്ക് ഇടിക്കുകയും തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ അതിൽ റിപ്പോർട്ട് വരുന്നത് മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്നതാണ്. കെമിക്കൽ ലാബിൽ നിന്നുള്ള ഫലത്തിലാണ് മദ്യപിച്ചിട്ടില്ല എന്ന കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം പോലീസ് ഒഴിവാക്കി. കോടതിയെ സമീപിച്ചാണ് ഈ കുറ്റം ഒഴിവാക്കിയത്. നിലവിൽ ഹിറ്റ് ആൻഡ് റൺ കേസ് മാത്രമാണ് ഉള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മണിയമ്പിള്ള രാജു ഓടിച്ച കാറ് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി ഒരു ബൈക്ക് വന്നിടിക്കുകയും ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അദ്ദേഹം നിർത്താതെ പോയി എന്നതും ഒരു വലിയ വിഷയമായി അന്ന് ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്നു. ഇന്ദുലേഖ വിവരങ്ങളുമായിട്ടുണ്ട്. ഇന്ദു, അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീട് വന്ന പ്രതികരണങ്ങളിൽ താൻ ഭയന്നു പോയി, അതുകൊണ്ടാണ് അപ്പോൾ നിർത്താതെ പോയത്. ആളുകളെ വിളിച്ചു പറഞ്ഞിരുന്നു, അവരെ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു എന്നാണ്. പക്ഷെ അപ്പോൾ ഉയർന്ന ഒരു സംശയമാണ്, ഇത് മദ്യപിച്ചിട്ടാണോ? അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ വരുമ്പോൾ ആദ്യം ഉയരുന്ന സംശയങ്ങൾ ഒന്നാണത്. എന്തായാലും അത് ക്ലിയർ ചെയ്യപ്പെടുകയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്, അല്ലേ? അതെ ദിവിഷ്, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് വെച്ച് മണിയൻപിള്ള രാജു ഓടിച്ചിരുന്ന വാഹനം രണ്ട് ആൺകുട്ടികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിച്ചത്. അന്ന് തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അദ്ദേഹം മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് അത് അങ്ങനെയല്ല എന്ന് തെളിയുകയാണ്. കെമിക്കൽ ലാബിൽ നിന്ന് വന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്നുള്ള ഒരു ഫലം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊരു കേസ് ഒഴിവാക്കിയിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ കോടതിയെ സമീപിച്ചാണ് ആ കേസ് ഒഴിവാക്കിയിരിക്കുന്നത്. ഹിറ്റ് ആൻഡ് റൺ കേസ് മാത്രമാണ് നിലവിലുള്ളത്. അതിന് മാത്രമായിരിക്കും ഇനി നടപടികൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്തായാലും അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്നൊരു കാര്യം വ്യക്തമാവുകയാണ് ദിവിഷ്. ശരി, ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ ആ കേസ് മാറുന്നു. മദ്യപിച്ചു എന്ന, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന വകുപ്പ്, അതിൽ നിലവിൽ കുറ്റം അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അതിനുശേഷം ആ യുവാക്കളുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം പല വിധത്തിലുള്ള കഥകൾ, അല്ലേ? ഏത് സംഭവം വരുമ്പോഴും പെട്ടെന്ന് ചില ആരോപണങ്ങൾ വരുന്നു, ചില സംശയങ്ങൾ വരുന്നു. അതിൽ പലതും ചിലപ്പോൾ വാസ്തവമായിരിക്കില്ല, പക്ഷേ വാസ്തവമല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രചാരം കിട്ടുകയും ചെയ്യും. ഈ അതിവൈകാരികതയിൽ പലപ്പോഴും സത്യങ്ങൾ മറഞ്ഞു പോകാറുണ്ട് എന്നത് അത് ഈ കേസിലും ഒരുപക്ഷെ സംഭവിച്ചിരിക്കുക. ഇപ്പോൾ ഇത് പോലീസിൻ്റെ ഒരു റിപ്പോർട്ടാണ്, നമുക്ക് ഇതിലൊരു തീർപ്പിലേക്കൊന്നും എത്താൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളിലും അതിവൈകാരികമായിട്ടാണ് പലപ്പോഴും വാർത്തകളിലുള്ള ഇടപെടൽ വരാറ്, പ്രതികരണങ്ങൾ വരാറ്. പക്ഷെ അപ്പോഴൊക്കെ ഈ അതിവൈകാരികത സത്യത്തെ മറച്ചു കളയാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സത്യം പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു വരാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യുന്നുണ്ട്.